എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഒരു വഴി തുറന്ന് തരണം എന്നുള്ളത്. ഒരുപക്ഷെ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം, അല്ലെ ആദ്യമായിട്ട് ഈ മെസ്സേജ് കേൾക്കുവാകാം. കർത്താവേ, ഒരു വഴി തുറക്കണേ എന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഉടനെ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമാണ്. യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഒരുപക്ഷെ കടഭാരത്താൽ മുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. വർഷങ്ങളായി അപ്പൻ്റെ കാലം മുതൽ ഇങ്ങനെ കടബാധ്യത, ഒരു അർബുദ രോഗം പോലെ നിന്റെ ജീവിതത്തെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ചിലർക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ന് ഈ കടഭാരത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടും? പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഉടനെ ഉണ്ട്. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിനക്ക് വേണ്ടി യഹോവ ആകാശം തുറക്കണം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. എന്നിട്ട് പറയുക, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. ദൈവം ഒരു ഉറപ്പ് തരിക. ചിലരുടെ ജീവിതത്തിൽ ഒരു ശാപം പോലെ നടക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി ആവുമ്പം കടം വാങ്ങിക്കാൻ തുടങ്ങും. അവർ ചോദിക്കുന്നൊരു ചോദ്യമായി, ഈ കടബാധ്യത എന്ന ശാപം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുമോ? ദൈവം ഉറപ്പ് തരിക, മാറും. നിനക്ക് വേണ്ടി ദൈവം നിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു വഴി തുറക്കാൻ പോകും. ഇന്ന് ദൈവം സംസാരിക്കുന്നത്, ഞാനൊരു വഴി തുറക്കും. ആ വഴി നിന്റെ ജീവിതത്തിൻ്റെ സമൂല മേഖലകളെ മാറ്റിയെടുക്കാൻ പോവുക. സ്തോത്രം. ഒരു സ്വപ്നം കാണുന്ന പോലെ, ഒരു അത്ഭുതം കാണുന്നത് പോലെ, ഒരു ദൈവപ്രവൃത്തി കാണുന്ന പോലെ നീ നിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ പോവുക. ഇവിടെ ബൈബിൾ പറയുക, വായ്പ വാങ്ങിക്കൊണ്ട് നടന്ന നിന്നെ മറ്റൊരാളുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും മറ്റൊരാൾക്ക് വായ്പ കൊടുക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിൽ ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ലാത്ത, നിന്റെ സ്നേഹിതന്മാർക്ക് ചെയ്തിട്ടില്ലാത്ത, നിനക്ക് കേട്ടുകേഴ്വിയില്ലാത്ത, പറഞ്ഞു കേൾവിയില്ലാത്ത, സ്തോത്രം, ചില വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യും. നിങ്ങൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങനെ ഒരു വഴി എനിക്ക് തുറക്കണം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നാളുകൾ കൊണ്ട് വഴികൾ അടഞ്ഞ് ജീവിതം കടബാധ്യതകളിൽ കുടുങ്ങി ഒരു ശാപം പോലെ അനുഭവിക്കുന്ന ആമി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ കടബാധ്യത മാറുന്നില്ല. കർത്താവെ, എന്നാൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് നിന്റെ മക്കളെ അനുഗ്രഹിക്കാമെന്ന്. ഒരനുഗ്രഹം അവരുടെ ശിരസിൽ വരണം. വായ്പ വാങ്ങിച്ചുള്ള ജീവിതം നിർത്തിയിട്ട് വായ്പ കൊടുക്കാൻ പ്രാപ്തരാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ വഴി അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം തുറക്കുന്ന വഴിയുടെ മുമ്പിൽ നിന്റെ അവസ്ഥ മാറും. നീ വായ്പ കൊടുക്കുന്നവനാകും. ഗോഡ് ബ്ലസ് യു.